ലിജോ റോളൻസ് വീണ്ടും ചേരുന്നുണ്ട്. ലിജോ, വേണുവിന്റെ കുടുംബത്തിന് നേരത്തെ പറഞ്ഞിരുന്ന സഹായങ്ങൾ ഒന്നും ലഭ്യമായിരുന്നില്ലേ? MLA ഇതിൽ ഏത് രീതിയിലായിരുന്നു ഇടപെട്ടത്? MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതിന് പ്രവർത്തകർ പറയുന്ന കാരണം ഇപ്പോഴെന്താണ്? ഇതിനെങ്ങനെയാണ് ഇതിൽ MLA പ്രതികരിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ഭരണപക്ഷത്തിന്റെ പ്രതികരണം ഏത് രീതിയിലാണ്? ഇവിടെ വീണ്ടും കൂടുതൽ, അതായത് പോലീസിന്റെ കൈവിട്ട് കാര്യങ്ങൾ പോവുകയാണ്. ഒരു വനിതാ പ്രവർത്തകയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെ എതിർത്തതിനെ തുടർന്ന് അവിടെ ഉന്തും തള്ളും ഉണ്ടാവുകയും പിടിവലിയും ഒക്കെ ഉണ്ടാകുന്നത് അതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു വനിതാ പ്രവർത്തക ഉണ്ടായിരുന്നു, അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. പ്രവർത്തകർ അതിനെ എതിർക്കുകയും അത് അംഗീകരിക്കാതെ ഒരു പിടിവലി, പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു ഉന്തും തള്ളിലേക്കും പോകുന്നതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥ അതിനിടയ്ക്ക് വീഴുന്ന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്, കൈമുട്ടിനും മറ്റുമൊക്കെ. ഇവിടെ പോലീസിന്റെ നിയന്ത്രണങ്ങൾ വിട്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ടൊരു ഉന്തും തള്ളിലേക്കും പോവുകയാണ്. ഒരു SI പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയതിനെ തുടർന്നാണ് അത് കൈവിട്ട് പോവുകയും തമ്മിലൊരു ഉന്തും തള്ളിലേക്കൊക്കെ പോകുന്നത്. കൂടുതൽ പോലീസ്, അതായത് DYSP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ടെങ്കിൽ പോലും അവരുടെ നിയന്ത്രണങ്ങളിലൊന്നും നിൽക്കുന്നില്ല. അത്രയും വളരെ കുറച്ചൊരു പോലീസ് സന്നാഹം മാത്രമായിരുന്നു അവിടെ ഒരുക്കിയിരുന്നത്. അത് തന്നെയാണ് ആ പ്രശ്നങ്ങൾക്ക് ഒരു കാര്യമെന്ന് പറയുന്നത്. വേണു മരിക്കുന്നത് 2025 നവംബർ 5-നാണ് ചികിത്സയിലിരിക്കെ മരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ ഗുരുതരമായ ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ള ഒരു ഭാര്യയുടെ പരാതിയിൽ അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിലാണ് ഈ ചികിത്സാ പിഴവ് ഉണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് DME നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ ആ റിപ്പോർട്ടൊക്കെ വന്നതിന് പിന്നാലെ പോലും MLA ഈ വിഷയത്തിൽ ഒന്ന് കൃത്യമായി ഇടപെടാനോ അല്ലെങ്കിൽ ആ ഇടപെടൽ നടത്തിക്കൊണ്ട് കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കാനോ ആരോഗ്യ സംവിധാനങ്ങളുണ്ടായ വീഴ്ചയെക്കുറിച്ച് പറയാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും തയ്യാറാകാത്തതിനെ തുടർന്നാണ് അത്തരത്തിലേക്ക് ഒരു കാര്യത്തിലേക്ക് കടക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ പ്രവർത്തകർ ഓരോരുത്തരെയായി പോലീസ് പറഞ്ഞ് നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശബരിമല ഡ്യൂട്ടിയും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പോലീസുകാരുടെ വലിയൊരു കുറവുണ്ട്. അത് തന്നെയാണ് ഇവിടെയും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ MLA ഓഫീസിന് ഏകദേശം 100 മീറ്റർ അകലെ വെച്ച് ബാരിക്കേഡ് വെച്ച് അതിനെ തടഞ്ഞുവെങ്കിലും അത് കൃത്യമായി അവിടെ തടയാൻ കഴിഞ്ഞില്ല. അവിടെ നിന്നും ആ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അത് ചാടിക്കടന്നുകൊണ്ടാണ് എത്തിയ പ്രവർത്തകരെല്ലാം തന്നെ ചവറ MLAയുടെ ഓഫീസിന് മുന്നിൽ എത്തുകയും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തത്. ഇപ്പോൾ പ്രവർത്തകർ ഓരോരുത്തരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ്. സമീപത്തെ സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസിനെ എത്തിക്കുകയും MLA ഓഫീസിന് ഒരു സുരക്ഷ ഒരുക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകരും മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കൂടെ അടുത്തിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിഷേധം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പ്രവർത്തകരുടെ വലിയൊരു രീതിയിൽ അത് UDYFന്റെ ഒരു പ്രതിഷേധമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു, യൂത്ത് ലീഗ് പ്രവർത്തകരുണ്ടായിരുന്നു, RYF പ്രവർത്തകരുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ വലിയ രീതിയിൽ ഇവിടേക്ക് എത്തുകയും വലിയൊരു പ്രതിഷേധം, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെത്തി വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചു. അത് തന്നെയാണ് പോലീസിന്റെ നിയന്ത്രണങ്ങൾക്ക് വിട്ടുപോവുകയും പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ടൊരു ഉന്തും തള്ളും, ഒരു വനിതാ പ്രവർത്തകയെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ഉന്തും തള്ളും ആരംഭിച്ചത്. അതിന് പിന്നാലെ നേരിട്ട് കയ്യാങ്കളിയിലേക്ക് പോലും കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം DYSP ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരോട് സംസാരിച്ച് അനുനയിപ്പിച്ചാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അവരെ ഇവിടെ നിന്നും മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധന്യ. ശരി.